ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് ക്ലിയർ കുറവുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യുന്ന സമയത്ത് അടിപൊളി സെറ്റാക്കാം. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വന്നിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. സൗണ്ടിൻ്റെതും ക്ലിയറിൻ്റെ ഒക്കെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കിടക്കാം അല്ലേ. എല്ലാവരും ഇന്ന് കൂടുതലായിട്ടും എന്താണ് പ്രശ്നം, നമ്മളെ ഓരോരുത്തർക്കും ചിലപ്പോൾ നമുക്കുണ്ടായിരിക്കാം, എനിക്കുണ്ടായിരിക്കാം, നിങ്ങൾക്കുണ്ടായിരിക്കാം, അങ്ങനെ പലർക്കും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം എന്തെന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവനക്ക് എന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ ഇന്ന് പൊതുവായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ചിലർ അത് മൈൻഡായി ചെയ്യാതെ പോകുന്നുണ്ട്, ചിലർ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. എന്നാൽ ചിലർ അത് ഉണ്ടായിട്ടും അവരുടെ ജീവിതം തട്ടിമുട്ടി അങ്ങനെ ഒപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുമുണ്ട്. പല കാരണങ്ങളായിരിക്കാം. ഒന്ന് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ ബുദ്ധിമുട്ടായിരിക്കാം, അങ്ങനെ പല റീസണും ഉണ്ടായിരിക്കാം. എങ്കിലും നമ്മളുടെ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിൽക്കണം. അത് ചിലപ്പോൾ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ശ്രമിക്കാതെ അത് പരാജയമാണെന്ന് വിചാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രദ്ധിക്കരുത്. എല്ലാവർക്കും ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ പരമാവധി നമ്മൾ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം അവിടെ മാത്രമേ നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മൾ 6 മന്ത് ഒരാളുടെ കൂടെ നിന്നാലും അത് 1 ഇയർ ഒരാളുടെ കൂടെയൊക്കെ നിന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ, ആ വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. 1-2 മാസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് അങ്ങനെയൊന്നും നിന്നിട്ട് നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 മന്ത് നിന്നാൽ നമുക്ക് അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഒരു വ്യക്തിനെ നമുക്ക് ഒരു ജീവിതകാലം മുഴുവനും ജീവിച്ചാലും ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല. എന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അന്നപ്പം അല്ലേ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചുകൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് നല്ല നല്ല ഫുഡ് ഐറ്റംസ്, അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്ന സമയത്തെ നമുക്ക് നടക്കുകയുള്ളൂ. ഓരോ ടൈമിൽ തന്നെ അവർക്ക് ചിലപ്പോൾ എന്താക്കാൻ വേണ്ടി പറ്റും, അവൾക്കോ അല്ലെങ്കിൽ അവനക്കോ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ മനസ്സിലൊരു വിശ്വാസം കൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ഒരുവിധം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ്, ഒരാൾ അവിടെ ഒരാൾ ഇവിടെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഫോണിലൂടെയുള്ള കോണ്ടാക്റ്റ് മാത്രമായിരിക്കും. അത് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് അല്ലാതെ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ നമുക്ക് അവളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്നേഹം കണ്ണിൽ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാം എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഫോണിലൂടെയുള്ള ഒരു കോണ്ടാക്റ്റ് നമ്മൾ എത്രയോ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അത്രയും വ്യത്യാസമുണ്ട് ലൈഫിലും. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാത്ത സമയത്തുമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു വലിയ വ്യത്യാസം തന്നെയാണ്, വലിയ ഡിഫറൻറ്റ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒരുമിച്ചൊന്ന് ജീവിച്ച് നോക്കിക്കേ. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് വന്നിട്ട് ചെയ്യാട്ടോ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കാതെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ വന്ന് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവർക്കും തീർച്ചയായിട്ടും ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ശരിക്കും ഓൺ ദ സ്പോട്ടിൽ എടുത്തിട്ട് പോകുന്ന വീഡിയോസ് ആയിരിക്കും. ചിലപ്പോൾ വോയിസിൽ എനിക്ക് കിട്ടാതെയൊക്കെ വരാറുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അത് ഇനിയും നമ്മൾ മുമ്പോട്ട് വീഡിയോസൊക്കെ കുറേ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വീഡിയോസൊക്കെ എന്താവുള്ളൂ ഒന്ന് റെഡി ആയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാതും. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ ബൈ.